ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ 14 നിയോജക മണ്ഡലങ്ങളിലെ അവസാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലും കൂട്ടി ആര് ഭരണത്തിൽ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ വർക്കല നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. വർക്കല നിയോജക മണ്ഡലത്തിൽ വി ജോയിയാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി. വർക്കല കഹാറാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. സ്മിതയാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 5000-നും 7000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ വി ജോയി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ OS അംബികയാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. UDFൻ്റെ സ്ഥാനാർത്ഥി സന്തോഷ് ഭദ്രൻ UDFൻ്റെ സ്ഥാനാർത്ഥിയും പി സുധീർ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ഏകദേശം 20,000-നും 25,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി OS അംബിക അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ചിറയൻകീഴ് മണ്ഡലം. ചിറയൻകീഴ് മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മനോജ് എടമന LDFൻ്റെ സ്ഥാനാർത്ഥിയും രമ്യ ഹരിദാസ് UDFൻ്റെ സ്ഥാനാർത്ഥിയും BS അനൂപ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ചിറയൻകീഴ് മണ്ഡലത്തിൽ 10,000-നും 12,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ മനോജ് ഇടമന വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നെടുമങ്ങാട് നിയോജക മണ്ഡലം. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ GR അനിൽ ആണ് LDFൻ്റെ സ്ഥാനാർത്ഥി. മിനതിൽ കുമാർ അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയും യുവരാജ് ഗോകുൽ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. 10,000-നും 12,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ GR അനിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് വാമനപുരം മണ്ഡലം. വാമനപുരം മണ്ഡലത്തിൽ PK മുരളിയാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. UDFൻ്റെ സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോടാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. അവിടെ വിനു കാർണവർ ആണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. PK മുരളി അവിടെ 8,000-നും 10,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. ശരത് ചന്ദ്ര പ്രസാദാണ് UDFൻ്റെ സ്ഥാനാർത്ഥി. വി മുരളീധരനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ 3,000-നും 5,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ VK പ്രശാന്താണ് LDFൻ്റെ സ്ഥാനാർത്ഥി. K മുരളീധരനാണ് BJPയുടെ UDFൻ്റെ സ്ഥാനാർത്ഥി. R ശ്രീലേഖയാണ് അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ വിജയിക്കാൻ പോകുന്നത് ഏകദേശം 5,000-നും 7,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ VK പ്രശാന്ത് അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നിയോജക മണ്ഡലം.
LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുധീർ കരമനയാണ്. അതുപോലെ തന്നെ CP ജോൺ ആണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി. കരമന ജയൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. CP ജോൺ അവിടെ ഒരു അട്ടിമറി വിജയം നേടുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. 3000-നും 5000-നും വോട്ടിൻ്റെ ഇടയിൽ ലീഡോടുകൂടി CP ജോൺ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് നേമം നിയോജക മണ്ഡലം. നേമം നിയോജക മണ്ഡലത്തിൽ V ശിവൻകുട്ടിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥി KS ശബരിനാഥും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ഏകദേശം 500-നും 1500-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ V ശിവൻകുട്ടി അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് അരുവിക്കര മണ്ഡലം. അരുവിക്കര മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് G സ്റ്റീഫനാണ് മത്സരിക്കുന്നത്. അവിടെ നെയ്യാറ്റിൻകര സനൽ ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. VS ശിവകുമാറാണ് അരുവിക്കരയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി. വിവേക് ഗോപൻ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ G സ്റ്റീഫൻ അവിടെ 3000-നും 5000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായ G സ്റ്റീഫൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് പാറശാല നിയോജക മണ്ഡലം. പാറശാല നിയോജക മണ്ഡലത്തിൽ CK ഹരീന്ദ്രനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. നെയ്യാറ്റിൻകര സനലാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. ഗിരീഷ് നെയ്യാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം CK ഹരീന്ദ്രൻ 10,000-നും 15,000-നും വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കാട്ടാക്കട നിയോജക മണ്ഡലം. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ IB സതീഷാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. MR ബിജു ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. PK കൃഷ്ണദാസ് ആണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 10,000-നും 12,000-നും ഇടയിൽ വോട്ടിൻ്റെ ലീഡോടുകൂടി IB സതീഷ് LDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് കോവളം നിയോജക മണ്ഡലം. കോവളം നിയോജക മണ്ഡലത്തിൽ ഭഗത് റഫൂസ് ആണ് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി. അവിടെ നിവിൻ M വിൻസെൻ്റ് ആണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി. TN സുരേഷാണ് BJPയുടെ സ്ഥാനാർത്ഥി. 10,000-നും 12,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ M വിൻസെൻ്റ് അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അവസാന നിയോജക മണ്ഡലമായ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ K അൻസലനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. N ശക്തൻ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയും. രാജശേഖരൻ നായർ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. ഏകദേശം 5,000-നും 7,000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായ K അൻസലൻ ആണ്. ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിലെ ടാലി നോക്കുമ്പോൾ 14 നിയോജക മണ്ഡലങ്ങളിൽ 12 നിയോജക മണ്ഡലങ്ങൾ LDFിനും 2 നിയോജക മണ്ഡലങ്ങൾ UDFിനും ലഭിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 72 നിയോജക മണ്ഡലങ്ങളിൽ 12 നിയോജക മണ്ഡലങ്ങളോട് കൂട്ടി 84 സീറ്റിൽ LDF അതായത് തുടർ ഭരണം നേടുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആദ്യത്തെ 54 സീറ്റിൽ 2 സീറ്റ് കൂടെ വർദ്ധിപ്പിച്ച് 56 സീറ്റിൽ UDF
പ്രതിപക്ഷത്തിരിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ ഒരു ദിവസത്തെ റിസൾട്ട് നോക്കിയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നാളെയാണ് റിസൾട്ട്. അപ്പോൾ എല്ലാവരും കമൻ്റ് അയക്കുക, ആർക്കാണ് വിജയസാധ്യത എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ.